സർ, നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന സമയത്ത് ഗോൾഡൻ ടെമ്പിളിന് നേരെ ആക്രമണം നടന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനെ പല രീതിയിലാണ് പലരും വ്യാഖ്യാനിച്ചത്. യഥാർത്ഥത്തിൽ ഗോൾഡൻ ടെമ്പിളിന് നേരെ ഒരു ആക്രമണം നടന്നിരുന്നുവെങ്കിൽ ഈ ആക്രമണത്തെ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? നീതു, ഇത് വലിയ പാകിസ്ഥാന്റെ ഒരു വലിയ ചതിയുടെ കഥയാണ്. ഈ ഗോൾഡൻ ടെമ്പിളിന് നേരെ മിസൈലുകൾ വന്നിരുന്നു എന്നൊരു കാഷ്വൽ റെഫറൻസ്, അതായത് ചുമ്മാ ഒരു പറച്ചിൽ മാത്രമാണ് അത് ഇടയ്ക്ക് കേട്ടിരുന്നത്. നമ്മൾ 8-ാം തീയതി രാവിലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് അവിടെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ അങ്ങ് വിട്ടിരുന്നു എല്ലാവരും. ഇത് പലതടത്തോട്ടും ഏകദേശം 600 ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത് പല സ്ഥലങ്ങളിലേക്കും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതെല്ലാം 350 എന്നാണ്. ഇന്നിപ്പം ഇന്ത്യൻ മിലിറ്ററിയാണ് ആ കണക്കുകൾ പുറത്തു വിടുന്നത്. 600ഓളം ഡ്രോണുകൾ വിവിധ നഗരങ്ങൾക്കും നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനൊക്കെ നേരെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് മിലിറ്ററി അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിടുന്നത്. എന്തിനാണ് സുവർണക്ഷേത്രം ആക്രമിച്ചു എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ ആർമി ഇപ്പോൾ പറയുന്നുണ്ട്. മാത്രമല്ല അതിനെ ഫലപ്രദമായി ചെറുത്തു എന്നും പറയുന്നു. നമുക്ക് ആദ്യം ആലോചിക്കേണ്ടത് പാകിസ്ഥാൻ എന്തിനാണ് സുവർണക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്, അതിനുള്ള അവരുടെ ചേതോവികാരം എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്കറിയാം 7 മുതൽ 10 വരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആദ്യമായിട്ട് ഇന്ത്യ ചെയ്തത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകരാക്രമണ ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. നമ്മുടെ 26 സിവിലിയൻസിനെ കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്നും കൂടി നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞത് അവരുടെ മോസ്കുകൾ ആക്രമിച്ചെന്നാണ്. അവര് വിദേശങ്ങളിൽ എല്ലായിടത്തും ഞങ്ങളുടെ മോസ്കുകൾ ആക്രമിച്ചേ എന്നുള്ളതാണ്. പക്ഷെ ആ മോസ്ക് എന്ന രൂപത്തിന്റെ ഉള്ളിൽ ഇരുന്നതെല്ലാം ഭീകരന്മാരുടെ ക്യാമ്പുകളായിരുന്നു എന്നുള്ളത് അവർ വെളിയിൽ പറഞ്ഞില്ല. ആദ്യം പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? ഇന്ത്യയുടെ അതായത് എയർപോർട്ടുകൾ, സൈനിക താവളങ്ങളൊക്കെയാണ് ആക്രമിച്ചത്. അവിടെയൊക്കെ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ പാകിസ്ഥാന് വല്ലാത്ത നിരാശയായി. അപ്പോഴാണ് നമ്മുടെ പൂഞ്ചിലുള്ള ഗുരുദ്വാരയിൽ അവരാദ്യമായിട്ട് പൂഞ്ചിലെ ഗുരുദ്വാരയിൽ ഒരു ഷെല്ലാക്രമണം നടത്തുകയും 2-3 കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു ജമ്മുവിലെ ശംഭു എന്ന അമ്പലം, വലിയൊരു അമ്പലമാണ്, അത് ആക്രമിച്ചു. പക്ഷെ നമ്മളാരും മനസ്സിലാക്കാതെ പോയത് ഇങ്ങനെ ഒരു ആക്രമണം കൂടി അവർ നടത്തി എന്നുള്ളതാണ്. നമുക്കറിയാം സിഖ് മതവിശ്വാസികളുടെ, ലോകത്താകമാനമുള്ള സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പാവനമായി അവർ കരുതുന്ന ഒന്നാണ് സുവർണക്ഷേത്രം, അമൃത്സറിലെ സുവർണക്ഷേത്രം. അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ സുവർണക്ഷേത്രം ആക്രമിക്കാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയത്. അത് 1-2 ഡ്രോണുകളോ മിസൈലുകളോ ഒന്നുമല്ല, ധാരാളം ഡ്രോണുകളും ടർക്കിഷ് നിർമ്മിതമായ ധാരാളം ഡ്രോണുകളും ചൈനീസ് നിർമ്മിതമായ ലോങ് റേഞ്ച് മിസൈലുകളുമാണ് ഒരു ആരാധനാലയത്തിന്റെ നേരെ അവർ തൊടുത്തുവിട്ടത്. അപ്പോൾ ഇതിനകത്ത് എന്തായിരുന്നിരിക്കണം അവരുടെ ഉദ്ദേശം? സിഖുകാരുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളല്ലേ ഇത് കേൾക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഗോൾഡൻ ടെമ്പിൾ തകർന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമുണ്ടായേനെ. അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ ആണവ ബോംബ് ഇട്ടതിന് തുല്യമായി അനുഭവിക്കേണ്ടി വന്നേനെ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇന്ത്യയിൽ ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ന്യായമായും ഇന്ത്യ ആക്രമിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുവർണക്ഷേത്രം തകർക്കപ്പെട്ടത്. സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ വൈകാരികമായി രാജ്യത്തെ അത് അസ്ഥിരപ്പെടുത്തുമായിരുന്നു. നമുക്കറിയാം, ശരിക്കും പറഞ്ഞ ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ആരാധനാലയമാണ് സുവർണക്ഷേത്രം. സിഖുകാർ മാത്രമല്ല അവിടെ പോകുന്നത്, ധാരാളം ഹിന്ദുക്കളും അവിടെ പോയി സന്ദർശിക്കുകയും വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുകയും അങ്ങനെ എല്ലാവരും വളരെ പാവനമായിട്ട് കാണുന്ന ഒന്നാണ്. അപ്പൊ വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തുക എന്നായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും നീചമായ ലക്ഷ്യം. മാത്രമല്ല, സുവർണക്ഷേത്രത്തിനെതിരെ ഒരു വിജയകരമായ ആക്രമണം നടത്തിയാൽ അവരുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശക്തി, കൃത്യതയൊക്കെ എന്തുണ്ടെന്ന് ലോകത്തെ അറിയിക്കാമെന്ന്, ലോകത്തിന് മുന്നിൽ പ്രദർശിക്കാൻ പറ്റുമെന്നും
തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റുമെന്നും ഒരു അതായത് ഈ നമ്മൾ പറയും ഇങ്ങോട്ടൊരെണ്ണം തന്നാൽ അതിന് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും എന്നുള്ള ഒരു അസന്തുലിതമായ പ്രതികാരം അവർക്ക് നടത്തിയെടുക്കാനും പറ്റുമായിരുന്നു. അതോടുകൂടി ഇതിന്റെ ലെവൽ അങ്ങ് മാറിപ്പോയനെ. അപ്പൊ അതായിരുന്നു അവരുടെ ഇത്. രണ്ട്, ഈ അവരുടെ രാജ്യത്ത് തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ സമ്മർദ്ദങ്ങളാണ്. അപ്പൊ സ്വന്തം ജനങ്ങൾക്ക് മേൽ ഞങ്ങളുടെ സൈന്യം അവരുടെ ഗോൾഡൻ ടെമ്പിൾ അടിച്ചിട്ട് തകർത്ത് കളഞ്ഞു എന്ന് ഒരു ലക്ഷ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളുടെ ആണ് ഏറ്റവും മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒക്കെ നമ്മൾ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു ആരാധനാലയത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അതിനൊരു മറ തീർക്കുമെന്ന് ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അവര് ഗോൾഡൻ ടെമ്പിള്, ഒരുപക്ഷെ അയോധ്യയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. പക്ഷെ ഒരു ഗോൾഡൻ ടെമ്പിളിന്റെ ചുറ്റിനും ഇത്രയും വലിയൊരു പ്രതിരോധം ഇന്ത്യ തീർക്കുമെന്ന് അവർ സ്വപ്നത്തെ പോലെ. അവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. ഇത് ഇന്ത്യക്ക് മുന്നേ അതിനുള്ള ഇന്റലിജൻസ് സംവിധാനത്തിൽ ഇവര് ഗോൾഡൻ ടെമ്പിൾ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം എന്ന് ഒരു കൃത്യമായ ധാരണ ഇന്ത്യക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് ചുറ്റിനും ഒരു വലിയ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്, ഒരു വലിയ വ്യോമ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ടെമ്പിളിന് 8-ാം തീയതി ആയിരുന്നു ആ ആക്രമണം, 8-ാം തീയതി ഏർലി മോർണിംഗ്. അപ്പോൾ അതുണ്ടായി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞ പഠിച്ചാൽ ഞെട്ടിപ്പോകുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഗോൾഡൻ ടെമ്പിളിന് വേണ്ടി ഒരുക്കിയിരുന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആയുധങ്ങളാണ്. ഒന്ന്, ആകാശ് സർഫസ് ടു എയർ മിസൈൽ. 1. 2, നമ്മുടെ ഒരു പ്രത്യേക L-70 എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് ഗൺ, ഫിക്ഷൻ എന്ന് അക്ഷർദീർ എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം. ഇങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് ഞാൻ പറയാം. എന്താണ് ഈ ആകാശ് സർഫസ് ടു എയർ മിസൈൽ ചെയ്തത്? ഇതൊരു ആദ്യ പ്രതിരോധമാണ്. ഒരു മീഡിയം റേഞ്ച് മൊബൈൽ ആയിട്ടുള്ള, അതായത് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ്. നമ്മുടെ DRDO ഇന്ത്യക്കകത്ത് വികസിപ്പിച്ച ഒന്നാണ് ഈ ആകാശ് എയർ മിസൈൽ എന്ന് പറയുന്നത്. ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. ഇതിനെ വികസിപ്പിച്ച ഒരു പതിപ്പുണ്ട്, അതിന് 50 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 50 കിലോമീറ്റർ. ഇത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ്. മാക് 2.5 ആണ് ഇതിന്റെ സ്പീഡ്. അതായത് ശബ്ദത്തിന്റെ 2.5 ഇരട്ടി വേഗത്തിൽ ഇത് തിരിച്ചു ചെല്ലും. ഇതിന് ഇന്ത്യയുടെ തന്നെ ഒരു രാജേന്ദ്ര റഡാർ എന്ന് പറയുന്ന ഒരു 3D ഫേസ്ഡ് അറേ റഡാർ സംവിധാനമുണ്ട്. അതുമായിട്ടാണ് ഇത് ഈ സർഫസ് ടു എയർ മിസൈലിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഒരേ സമയം കടന്നു വരുന്ന 64 ലക്ഷ്യങ്ങളെ, 64 ഡ്രോണുകളെയോ മിസൈലുകളെയോ പിന്നെ പ്ലെയിനുകളെയോ അല്ലെ ഫൈറ്റർ പ്ലെയിനുകളെയോ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും അതിൽ 12 എണ്ണത്തിനെ ഒരേ സമയത്ത് ആക്രമിക്കാനും പറ്റും, ലോക്ക് ചെയ്ത് ആക്രമിക്കാനും പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കഴിവ്. അതിനൊരു വലിയ കമാൻഡ് ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്. തുടർച്ചയായിട്ട് ലക്ഷ്യങ്ങൾ വരുന്നതിനെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരൊറ്റ മിസൈലാണ് അയക്കുന്നതെങ്കിൽ അതിന്റെ കൃത്യത എന്ന് പറയുന്നത് 88%. അതായത് ഒരു മിസൈൽ വരുന്നു, ആ മിസൈലിനെതിരെ ഒരു ആകാശ മിസൈൽ പോകുകയാണെങ്കിൽ അതിനെ അടിച്ചിടാനുള്ള സാധ്യത 88%. പക്ഷേ ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ ആ മിസൈലിനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യത എന്ന് പറയുന്നത് 98%. 100 എണ്ണം വന്നാൽ 98 എണ്ണത്തിനെയും അത് തകർത്തിരിക്കും. അങ്ങനെ സുവർണക്ഷേത്രത്തില് ഈ അമൃത്സറിന്റെ വ്യോമാതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ വളരെ ഉയരത്തിൽ വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും ഈ ആകാശ് മിസൈലുകളാണ് തകർത്ത് കളഞ്ഞത്. അപ്പൊ ഈ ദീർഘദൂര വലിയ ഇത്തരം മിസൈലുകൾ വന്ന് അമൃത്സറിൽ പതിച്ചിരുന്നെങ്കിൽ, ഗോൾഡൻ ടെമ്പിളിൽ പതിച്ചിരുന്നെങ്കിൽ അതവിടെ ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അവരിങ്ങോട്ട് അയച്ചതെന്നുള്ളതാണ്. അതൊരു വലിയ ചതിയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പൊ അതിന് വളരെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാൻ ഇതിന് കഴിവുണ്ടായിരുന്നു. അതിനാണ് ഇത് ആകാശ് മിസൈൽ ഉപയോഗിച്ചത്. ഇനി അടുത്ത L-70 എന്ന അപ്ഗ്രേഡ് ചെയ്ത എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചു. ഇത് ലാസ്റ്റ് മൈൽ പ്രതിരോധം എന്ന് പറയും. അതായത് ഈ ആകാശിന്റെ സംവിധാനം കടന്ന് ഏതെങ്കിലും ഡ്രോണുകൾ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഡ്രോണുകളൊക്കെ എതിർക്കാൻ വേണ്ടിയാണ്. ഇത് 40 മില്ലിമീറ്റർ 4 സെന്റിമീറ്റർ കാലിബറുള്ള ഗുണ്ടകളാണ് അതിനകത്ത് പോകുന്നത്. ഒരു ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണാണ്. അപ്പൊ ഇതിനെ ബോഫോഴ്സ് ആണ് ആക്ച്വലി നിർമ്മിച്ചതെങ്കിലും നമ്മുടെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഇന്ത്യയുടെ തന്നെ ഒരു ഡിഫൻസ് കമ്പനിയാണ്, സർക്കാർ ഡിഫൻസ് കമ്പനിയാണ്. BEL എന്ന് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും.
അവരതിനെ മോഡിഫൈ ചെയ്തു ഒരുപാട്. അതാണ് ഇതിന്റെ കൃത്യത ഇത്രയും വർദ്ധിക്കാൻ കാരണം. അപ്പൊ ഒരു മിനിറ്റിൽ 240 റൗണ്ട്, ഒരു മിനിറ്റിൽ 240 റൗണ്ട്, അതായത് ഒരു സെക്കൻഡിൽ 4 ബുള്ളറ്റ് പായും ഒരു സെക്കൻഡിൽ. അതിനകത്തുനിന്ന് 3 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്. അതായത് വായുവിലാണെങ്കിൽ 3 കിലോമീറ്റർ റേഞ്ചും ഗ്രൗണ്ട് അറ്റാക്ക് ആണെങ്കിൽ 4 കിലോമീറ്റർ റേഞ്ച് വരെ ദൂരം വരെ ഇതിന്റെ ഉണ്ടകൾ പായും. അപ്പൊ ഇതിനകത്ത് ഈ BEL ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ ആധുനികമായിട്ടുള്ള ഒരു ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു ലേസർ റേഞ്ച് ഫൈൻഡർ, ഡേ ലൈറ്റ് TV, തെർമൽ ഇമേജർ, ഇവയൊക്കെ ഇതിനകത്ത് ഘടിപ്പിച്ചത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിന് റഡാർ കൺട്രോൾഡ് ആണ്. അപ്പൊ റഡാർ ഉപയോഗിച്ച് ലക്ഷ്യത്തിനെ നമ്മുടെ വരുന്ന ഡ്രോണുകളെ കണ്ടെത്താനും പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ചെയ്ത് വെടിവെക്കാൻ പറ്റും. രാത്രിയിലും പകലും ഒരുപോലെ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ സുവർണക്ഷേത്രത്തിലെ പ്രതിരോധത്തിൽ എങ്ങനെ ചെയ്യുന്നത്, ഈ ഏതെങ്കിലും ഒരു മിസൈലോ അല്ല ഡ്രോണുകളോ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആകാശ സംവിധാനം കടന്നു വരികയാണെങ്കിൽ അവനെ അടിച്ചിടാനാണ് ഇത് ഉപയോഗിച്ചത്. അപ്പൊ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ മിടുക്കന്മാരായ ചുണക്കുട്ടികൾ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അടുത്ത അതിനും വലിയ ഒരു സൂപ്പർ സാധനത്തിനെ പറ്റിയാണ് പറയാവുന്നത്. കേട്ടുകാണും ചിലപ്പോൾ. ആകാശ് തീർ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റഡ് എയർ ഡിഫൻസ് സംവിധാനമുണ്ട്. ആകാശ് തീർ എന്നാണ് അതിന്റെ പേര്. ഓട്ടോമാറ്റഡ് എയർ ഡിഫൻസ് കൺട്രോൾ സിസ്റ്റം. ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്, നമ്മുടെ ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എയർ ഡിഫൻസ് യൂണിറ്റുകളിൽ ധാരാളം റഡാറുകളുണ്ട്, സെൻസറുകളുണ്ട്, ആയുധങ്ങളുണ്ട്, പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ആകാശ് തീർ എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ അക്ഷയ് തീർ എന്ന് പറയുന്ന സംവിധാനം റഡാറുകള്, ഇലക്ട്രോ ഒപ്റ്റിക്കൽ സംവിധാനങ്ങൾ, മനുഷ്യന്റെ ഇൻപുട്ട് എല്ലാം കൂടെ ചേർത്ത് അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്നിട്ട് ഈ വരുന്നത് ഡ്രോൺ ആണോ മിസൈലാണോ, അതിന്റെ സ്പീഡ്, അതേത് ടൈപ്പാണ്, അതേത് ഉയരത്തിലാണ് വരുന്നത്, എത്ര വേഗത്തിലാണ് വരുന്നത്, അതിന്റെ ആക്രമണ പരിധി എന്താണ്, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും യോജ്യമായ വെപ്പൺ തിരഞ്ഞെടുത്ത് ഫയർ ചെയ്യാൻ പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇതിനെ മിസൈൽ ഉപയോഗിച്ച് തകർക്കണോ, ഇതിന് ഗണ്ണാണോ നല്ലത്, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ച് ആക്രമിക്കാൻ കമാൻഡ് നൽകുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന അക്ഷയ് തീർ എന്ന് പറയുന്നത്. ഒരു വൻ സംഭവമാണ്. അപ്പൊ ഇതിനകത്തൊരു പൂർണ്ണമായും ഡിജിറ്റൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ്. യുദ്ധക്കളത്തിന്റെ മാപ്പിംഗ്, വായുവിന്റെ ഏരിയ മാപ്പിംഗ്, ഇതൊക്കെ ചെയ്ത് പറ്റും. 2 ജാമിംഗ് പോലുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു സംവിധാനം ഇന്ത്യ അങ്ങനെ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് ജാമിംഗ് വാർഫെയർ ഉണ്ട്, ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയും. അത് ചെയ്യുകയാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഇത് വെച്ച് അടിച്ചിടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ജാം ചെയ്തുകൊണ്ടാണ് അവരുടെ സംവിധാനങ്ങളൊന്നും വർക്ക് ചെയ്യാതെ പോയെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ സുവർണക്ഷേത്രത്തിനെ എങ്ങനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, L-70 പീരങ്കികളെയും ആകാശ് മിസൈലുകളെയും കൃത്യമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഒരു കമാൻഡ് കൺട്രോൾ സംവിധാനമായിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. മനുഷ്യൻ അതായത് ഒരു സാധനം ഡിറ്റക്ട് ചെയ്ത 15 സെക്കൻഡിനകത്ത് ഫയറിംഗ് നടന്നിരിക്കും. അത്ര സ്പീഡുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് തൽക്ഷണം നമുക്ക് പ്രതികരിക്കാൻ പറ്റി. നമ്മുടെ വലിയ ഒരു പ്രതിരോധം നടച്ചു. ഒറ്റ ഒരു ഡ്രോൺ പോലും ആളുകൾക്കോ ആ കെട്ടിടത്തിനോ നമ്മുടെ സുവർണക്ഷേത്രത്തിലെ കെട്ടിടത്തിനോ ഒരു ചെറിയ പരിക്ക് പോലും ഏറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഒന്ന് ആലോചിച്ച് നോക്കണം. സുവർണക്ഷേത്രം തകർന്നിരുന്നുവെങ്കിൽ എന്തൊരു വലിയ മാനസികമായി നമ്മുടെ സിഖ് റെജിമെന്റ് എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഡീമോറലൈസ് ചെയ്ത് പോകാൻ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റഡാർ ശൃംഖലയിൽ നിന്ന് ആദ്യം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് L-70 വേണ്ടിടത്ത് L-70, ആകാശ് മിസൈൽ വേണ്ടിടത്ത് ആകാശ് മിസൈൽ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, പാകിസ്ഥാന്റെ ലക്ഷ്യം പൂർണ്ണമായും തകർന്നു. ഒരു മിസൈലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിസൈലോ ഡ്രോണോ പോലും സുവർണക്ഷേത്രത്തിലില്ല. ഒരു നാശനഷ്ടം ഉണ്ടായില്ല. ഈ പാകിസ്ഥാന്റെ മനഃശാസ്ത്രപരമായ ആ യുദ്ധതന്ത്രം ദയനീയമായി പരാജയപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു മതസ്ഥാപനം ലക്ഷ്യമിട്ടതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ തന്നെ പാകിസ്ഥാനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ വലിയൊരു പിന്തുണ ലഭിച്ചു. പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തു. അപ്പോ ഇതിന് കൊടുത്ത അടിയാണ് അതിനുശേഷം അതിഭീകരമായ അടി. ഈ സുവർണക്ഷേത്രം ആക്രമിച്ചതാണ് അവർക്ക് പറ്റിയ വേറൊരു വലിയ ആപത്ത്. ഇത്ര ശക്തമായിട്ട് ഇനിയും അവർ ആക്രമിക്കുമല്ലോ. അയോധ്യ ആക്രമിക്കാം, ഇത് ആക്രമിക്കാം, മറ്റുള്ള വലിയ അമ്പലങ്ങൾ ആക്രമിക്കാം, അക്ഷർധാമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ
സകല സംവിധാനങ്ങൾ അടിച്ച് പപ്പടം പൊടിയാക്കാൻ അതായത് 12 എണ്ണത്തിൽ 11 അവരുടെ എയർ ബേസുകളും തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് ഊർജം നൽകിയത് ഒരുപക്ഷെ ഈ സുവർണക്ഷേത്രം ആക്രമണമാണ്. അപ്പൊ ഇത് ഇന്ത്യയുടെ സാങ്കേതികപരമായ മുന്നേറ്റവും തന്ത്രപരമായി അത് മുന്നിൽ കണ്ടതും ശാന്തമായ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും, അതായത് വളരെ ലോജിക്കലായിട്ടുള്ള പ്രതികരണവും, നമുക്ക് ഇന്ത്യയുടെ അകത്ത് നമ്മുടെ സൈന്യത്തെ മാത്രമല്ല പ്രതിരോധിക്കാൻ അറിയാവുന്ന നമ്മുടെ പൈതൃകത്തെ ചോദ്യം ചെയ്താലും, പരമാധികാരത്തെയോ പൈതൃകത്തെയോ പാകിസ്ഥാൻ ചോദ്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ചോദ്യം ചെയ്താൽ അതിന് കനത്ത തിരിച്ചടി നൽകും. അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ആക്രമണം പ്രതിരോധിച്ചതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ലോകം പഠിക്കേണ്ട പാഠം. അപ്പൊ അതാണ് നീതു ഇതേക്കുറിച്ച്, ഈ ആക്രമണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യെസ്, വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇന്ത്യക്ക് വ്യക്തമായി അല്ലെങ്കിൽ അതിശക്തമായ ഒരു പ്രത്യാക്രമണം നടത്താൻ സാധിച്ചത് പാകിസ്ഥാന്റെ ഗോൾഡൻ ടെമ്പിൾ ആക്രമിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.